സലൂണിലെ ഹെയർ സ്റ്റൈലിസ്റ്റുകളും തെറപ്പിസ്റ്റുകളും എത്രമാത്രം ഹൈജീനായിട്ട് വേണം ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതിനെക്കുറിച്ചുള്ളതാണ് പറയുന്നത്. അവരുടെ ഹാൻഡ്സിലെ നെയിൽ കട്ട് ആൻഡ് ഫയൽ ചെയ്ത് നീറ്റായിട്ടിരിക്കും. തെറപ്പിസ്റ്റുകളും ഹെയർ സ്റ്റൈലിസ്റ്റുകളും നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല. ഹൈജീൻ കാരണങ്ങളാൽ നെയിൽ പോളിഷ് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. നെയിൽ കട്ട് ആൻഡ് ഫയൽ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ ഫേഷ്യലും ഹെയർ സ്പാസും ചെയ്യുമ്പോൾ സ്കാൽപ്പിലും സ്കിന്നിലും സ്ക്രാച്ച് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നെയിൽ കട്ട് ആൻഡ് ഫയൽ ചെയ്ത് നീറ്റായിട്ട് വെക്കണം എന്ന് പറയുന്നത്. ശരീര ദുർഗന്ധം അല്ല, ബോഡി ഓർഡറിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ദുർഗന്ധം അകറ്റാനായിട്ട് നമ്മൾ ഡിയോഡറൻറ്റ് യൂസ് ചെയ്യണം. ഡിയോഡറൻറ്റ് യൂസ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ ക്ലയൻസുമായിട്ട് ഫേഷ്യൽ ചെയ്യുമ്പോൾ, മസാജ് ചെയ്യുമ്പോഴും, ഹെയർ സ്പാ ചെയ്യുമ്പോഴും, ഹെയർ കട്ട് ചെയ്യുമ്പോഴും അത്രയും ക്ലോസ് ആയിട്ടാണ് നമ്മൾ മിങ്കിൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി ഓർഡർ ഉണ്ടെങ്കിൽ അവർക്ക് ആ മസാജസ് എൻജോയ് ചെയ്യാൻ പറ്റാതെ അവർക്ക് ഇറിറ്റേഷൻ വരും. ഡിയോഡറൻറ്റ് യൂസ് ചെയ്യുമ്പം അത് സോൾവ് ആവും. മൗത്ത് ഹൈജീനായിട്ട് വെക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ സ്മെല്ല് നമ്മുടെ വായിൽ വരും. അപ്പോഴത്തേക്കിന് ഓറൽ ഹൈജീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അത് മൗത്ത് വാഷ് യൂസ് ചെയ്യണം, ഏലക്ക യൂസ് ചെയ്യണം. ചൂയിങ് സലൂണിൽ യൂസ് ചെയ്യാനേ പാടുള്ളതല്ല.